ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളതിൽ നമ്മൾ പറഞ്ഞത് ഒരു 4440യുടെ ഒരുവിധം വലിപ്പമുള്ളൊരു അസംബിൾഡായിട്ട് വരുന്നിട്ടുള്ള ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സബ് കയറ്റണം. അതായത് കസ്റ്റമർക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എങ്ങനെ സബ് കയറ്റി നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ അന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. പവർ സ്വിച്ച് ഉണ്ട്, കൂടാതെ FM കണക്ഷൻ ഇവിടെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ മൈക്ക് കണക്ഷൻ ഉണ്ട്, വോളിയം ഉണ്ട്, പിന്നെ ബേസ്, ട്രബിൾ കൺട്രോൾ ഉണ്ട്, ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ബേസും ട്രബിളും കൂടി നമുക്ക് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനൽ, അതായത് സ്റ്റീരിയോ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട്, അതിലേക്ക് കൊടുക്കാം. ഈ ബാലൻസ് എന്നുള്ളതിലേക്ക് നമുക്ക് സബിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുവിധം വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതിൽ ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോമർ അഴിച്ച് മാറ്റിയിട്ടോ. അപ്പോൾ ട്രാൻസ്ഫോമർ നമുക്കിതിൽ നമ്മൾ SMPS ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ അഴിച്ചിട്ടുണ്ട്. നമുക്ക് 4440ൻ്റെ ബോർഡ് നമ്മൾ സൈഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രലായിട്ട് നമ്മൾ സബിൻ്റെ ബോർഡ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഞാൻ കാണിച്ചിരുന്നു സബിൻ്റെ വീടൊക്കെ. അപ്പോൾ നമ്മളിതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ബോർഡാണ് കേട്ടോ. അപ്പോൾ ഈ ബോർഡാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മൾ ഓഡിയോ ഇൻപുട്ട്, ഓഡിയോ ഔട്ട്പുട്ട്, സ്പീക്കർ ഔട്ട്പുട്ട്, കൂടാതെ നമുക്ക് 40 ഹെർട്സ് മുതൽ 200 ഹെർട്സ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വോളിയം ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബോർഡിനുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് ആൾട്ടറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബോർഡ് വേണ്ട, ഇവിടുത്തെ ഇൻപുട്ട് സെക്ഷനൊക്കെ ഊരി മാറ്റും. ഈ സോക്കറ്റൊന്നും വേണ്ട, ഇതും നമ്മൾ ഊരി മാറ്റുന്നുണ്ട്. കൂടാതെ ഈ ഷീറ്റും ഊരി മാറ്റി നമുക്കിത് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ള രൂപമാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് പവർ സപ്ലൈക്കുള്ള കറക്റ്റ് സ്പേസും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ SMPS ആണ്. അപ്പോൾ ഇതിലൊരു കൂളിംഗ് ഒക്കെ വരുന്നുണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു ഇതാണ് വരുന്നുള്ളത്, പവർ സപ്ലൈ ആണിത്. അപ്പോൾ ഒരു 30 ആംപിയറിൻ്റെ ഒരു പവർ സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30 ആംപിയർ വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ നമുക്കിത് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരെ കീഴായിട്ടാണ് വയ്ക്കുന്നത്. ഒരു ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർ പോകാൻ പാകത്തിന് നമുക്കിങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരെ ഇവിടെ സ്റ്റീരിയോ ബോർഡിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് ഈ സ്വിച്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ചിലേക്ക് 2 ഇൻപുട്ട് ഓക്സ് വരുന്നുണ്ട്, FM എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ FM എന്ന് പറഞ്ഞാൽ പഴയ മോഡലാണ് FM വന്നിരുന്നത്. ഇപ്പോഴത്തെ ആംപ്ലിഫയറിൽ FM ഇങ്ങനെ ബോർഡ് വരുന്നില്ല സെപ്പറേറ്റ്. അപ്പോൾ ഇതിൽ ഓക്സും പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ സ്റ്റീരിയോ ഇൻപുട്ടാണ്. അപ്പോൾ നമുക്ക് USB പ്ലെയർ ഇല്ലാണ്ട് സ്റ്റീരിയോ ഇൻപുട്ട് ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ള കണക്ഷനാണ് പോകുന്നത്. അതിൻ്റെ സെലക്ട് സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്കാണ് നമുക്ക് അതിൻ്റെ ഓഡിയോ ഔട്ട് എടുക്കണേ. അപ്പോൾ അവിടെ നമ്മൾ റെസിസ്റ്ററൊക്കെ വെച്ചിട്ട് കപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അവിടെ നേരെ അതിൻ്റെ ഓഡിയോ എടുത്തിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് കൊടുക്കും. കൂടാതെ ആംപ്ലിയിലേക്ക് ഓൾറെഡി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സബിൻ്റെ ബോർഡിലേക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മുടെ ഗെയിന് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അതേപോലെ കൺട്രോൾ ഉണ്ട് കേട്ടോ, ഫ്രീക്വൻസിൻ്റെ കൺട്രോൾ ഉണ്ട്. അതേപോലെ ഫുൾ വോളിയം, അതേപോലെ ലോ വോളിയം ഉണ്ട്. കാർ സ്റ്റീരിയോക്കൊക്കെ വരുന്ന മോഡൽ ബോർഡാണിത് നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് വയ്ക്കുന്ന ഇൻബിൽറ്റ് സബ് ഉള്ള ബോക്സിൻ്റെ ബോർഡ് തന്നെ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്ക് ഈ മോഡൽ ബോർഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഇതുണ്ട്, ഫുള്ളും ബാസും ഉണ്ട്. അപ്പോൾ ബേസിൽ വരുന്നതുകൊണ്ട് ഫുള്ളിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോർഡാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഇതിലൊരു കൺട്രോൾ നമ്മൾ അഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ബാലൻസ് കൺട്രോളിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ടോണ് വരുന്നത്, അതായത് ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് വരുന്നുണ്ട്. അതേപോലെ നമ്മളിതിൻ്റെ ബൂസ്റ്റിംഗ് ആണ്, അതായത് പ്രീ ബൂസ്റ്റിംഗ് ആണ്. കൂടാതെ ഇവിടെ ഇതിൻ്റെ പവർ സപ്ലൈയും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്ക് 12 വോൾട്ടിനെ 27 ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടോറോയിഡ് ഇതൊക്കെ വരുന്നുണ്ട്. ട്രാൻസ്ഫോമറാണിത്, ടോറോയിഡ്. പിന്നെ നമുക്ക് 2 മോസ്ഫെറ്റാണ് അതിൽ വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ആ 2 മോസ്ഫെറ്റിലാണ് നമുക്ക് ഇതിൻ്റെ സബ് വർക്ക് ചെയ്യുന്നത്. ഇത് ബ്രിഡ്ജ് ചെയ്തിട്ടാണ് കൊടുത്തുള്ളത്. അപ്പോൾ AB ആംപ്ലിഫയർ ആണിത്. അപ്പോൾ ഇത് വർക്കിംഗ് ഉള്ള ബോർഡ് തന്നെയാണ്. അതിൻ്റെ പ്രീ സെക്ഷനൊക്കെയാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള പവർ സപ്ലൈ ആയിട്ട് നമുക്ക് 12 വോൾട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ 12 വോൾട്ടാണ് നമ്മൾ ഇവിടെ പവർ സപ്ലൈ വെച്ചിട്ട് ഇതിൽ നിന്ന് കൊടുക്കുകയാണ്. കൂടാതെ ആ പവർ സപ്ലൈയിൽ നിന്ന് കണക്ഷൻ 12 വോൾട്ട് നമുക്ക് 4440യിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്നിട്ട് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സബിൻ്റെ ബോർഡ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഹോൾ ഇടുന്നുണ്ട്. 1 അങ്ങനെ 2 3 4 ഹോൾ ഇടുന്നുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ബ്രിഡ്ജ് സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഡയോഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ DC വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കതിന് പകരം ഒരു 10 ആംപിയറിൻ്റെ ഫ്യൂസ് നമ്മളിവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് പ്ലസ് കണക്ഷൻ കൊടുക്കും, കൂടാതെ മൈനസ് കണക്ഷൻ കൊടുക്കുകയും ചെയ്യും കേട്ടോ.
എന്താ വെച്ചാൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 40 ഒക്കെ ഷോർട്ടായിട്ട് ഓവറായിട്ട് ഹീറ്റായി കഴിഞ്ഞാൽ 30 ആംപിയർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ചാനൽ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കൂടെ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ സൈഡിൽ കൂടെ വന്നിട്ട് സെറ്റ് ചെയ്യാം ഇവിടെ. അപ്പോൾ നമ്മളിതിൻ്റെ വോളിയം കൺട്രോൾ ഇവിടെ നിന്ന് ഊരിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി വോളിയം കൺട്രോൾ ഉണ്ട്, അതായത് 100Kൻ്റെ കൺട്രോളാണ്. നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിലേക്ക് ഇപ്പോൾ പവർ സപ്ലൈക്കുള്ള ലൈനും ന്യൂട്രലും നമ്മളിവിടെ കണക്ട് ചെയ്തു. കൂടാതെ DC ഔട്ട്പുട്ട് 12 വോൾട്ട് നമ്മളിവിടെ അതും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ സൈഡിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് സ്ക്രൂ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കണക്ഷൻ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെയാണ് പവർ വരുന്നത്, ഇവിടേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സബിൻ്റെ ആംപ്ലിഫയർ നമുക്കിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ക്രൂ നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ 4 സ്ക്രൂ ഇടുന്നുണ്ട്, ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും നമ്മൾ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്കിവിടെ വോളിയം കൺട്രോളിലിവിടെ ഫുൾ വോളിയം വരാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ 1K ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ 4440ൻ്റെ IC കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്ക്രൂ ഒക്കെ അങ്ങോട്ട് മാറ്റി ഫിറ്റ് ചെയ്തു. ഈ സൈഡിലായിരുന്നു ട്രാൻസ്ഫോറും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അവിടെ നിന്ന് മാറ്റി നമ്മൾ ഇവിടേക്ക് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ പവർ സപ്ലൈയിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ പവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നേരെ നമ്മൾ 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നേരെ നമ്മുടെ ഈ 27ലേക്ക് കൺവേർട്ടറിലേക്കുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്യൂസൊക്കെ ഉണ്ട്, ഫ്യൂസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ നേരെ കൺവേർട്ടർ കഴിഞ്ഞ് നേരെ ഇതിൻ്റെ പവർ സെക്ഷനാണ്. സബിൻ്റെ ഔട്ട് ഇതിൽ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ആംപ്ലിഫയറിൻ്റെ പവർ സെക്ഷൻ കാണാം. പിന്നെ അതിൻ്റെ പ്രീ സെക്ഷനൊക്കെ ഉണ്ട്. ഇവിടെയാണ് പ്രീ വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രീ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഈ പവർ സപ്ലൈൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ 2 ഗ്രൗണ്ടുകൾ തമ്മിൽ നമുക്കതിൽ കപ്പിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്രൗണ്ടുകൾ തമ്മിൽ കപ്ലിംഗ് ഇല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെറിയൊരു കപ്ലിംഗ് കൊടുത്തത്. അപ്പോൾ ഒരു ചെറിയൊരു നോയ്സ് സബിൽ വരുന്നുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്ലിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെയുള്ള കൺട്രോൾ ഊരിയിട്ട് നമ്മൾ നേരെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാസ് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ബാസ് എത്ര എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും നല്ല പവർഫുള്ളായിട്ടുള്ള ബാസാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 32 ആംപിയറിൻ്റെ പവർ സപ്ലൈ നമ്മളിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 44 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ ബോർഡും 12 വോൾട്ടിൻ്റെ നമ്മുടെ കാറിലൊക്കെ വരുന്ന ഇൻബിൽറ്റ് വരുന്ന ബോക്സാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി മാച്ചിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെസിസ്റ്ററൊക്കെ ഇട്ട് ഷോർട്ട് ചെയ്യുന്നതുകൊണ്ട് ക്ലാരിറ്റിയൊക്കെ ഒന്നുകൂടി എഫക്റ്റ് ആയിട്ടുണ്ട്. കൂടാതെ അവിടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സെക്ഷനും കാര്യങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ ഫാന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എയർ വന്നിട്ട് നമുക്ക് നേരെ മുകളിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്ത് പോയിക്കോളും. ഇവിടെ ഹോൾ വരുന്നുണ്ട്, എയർ ഹോൾ വരുന്നുണ്ട് നമ്മുടെ കേസിൻ്റെ മുകളിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇതിന് ഓവർ ഹീറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് ഹീറ്റ് സിങ്കാണ് വന്നിട്ടുള്ളത്. റൗണ്ടിലാണ് ഹീറ്റ് സിങ്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടിപൊളി വർക്കിംഗ് ആണ്. ടെസ്റ്റിങ്ങിലിട്ട് നല്ല ബാസ് കിട്ടുന്നുണ്ട്, നല്ല ബേസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റിങ്ങിലിട്ടിട്ട് നല്ല ബേസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. വോളിയം, അതേപോലെ ബേസിൻ്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാഗൻസിൻ്റെ സബ് വൂഫർ കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി വർക്കിംഗ് കാര്യം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറഞ്ഞ ആംപ്ലിഫയറൊക്കെ എങ്ങനെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കൊരു അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.